എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എന്ത് തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാ സപ്പോർട്ടില്ലായ്മ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു. ഡൗറി പറഞ്ഞിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് പന്തിരങ്കാവിലെ ഒരു കേസ് കുറെ ദിവസങ്ങളായിട്ട് മീഡിയാസിലെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അറിയാം, രാഹുൽ എന്ന് പറയുന്നൊരു അതാണ് പ്രതി. അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു കേസ് നമ്മൾ എല്ലാവരും കേട്ടതാണ്, കണ്ടതാണ്. അവരുടെയൊക്കെ പ്രതികരണങ്ങളെല്ലാം കണ്ടതായിരിക്കും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണെന്ന് ചുരുക്കി പറയാം. അതായത് രാഹുൽ എന്ന് പറയുന്ന ആള് മാരേജ് എല്ലാം കഴിഞ്ഞു കൊണ്ടുവന്നതിന് ശേഷം സ്ത്രീധനത്തെ തുടർന്ന്, അതായത് കാറ് വേണമായിരുന്നു, സ്വർണം കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നൊരു പരാതിയാണ് നമ്മളെല്ലാരും പറഞ്ഞത്. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോ ആ ഒരു കേസ് തീർച്ചയായിട്ടും ഒരു സ്ത്രീധനത്തിന് പറ്റി ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുക എന്ന് പറയുന്നതിനോട് ഒരിക്കലും നമ്മൾ ആരും തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച്, അതിൽ ഈ പെൺകുട്ടിയും പറഞ്ഞതനുസരിച്ച് കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ശേഷം സ്ത്രീധനം കുറഞ്ഞുപോയി, സ്വർണം കുറഞ്ഞുപോയി, കാറ് പ്രതീക്ഷിച്ച് അതൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. മാരേജിന് ശേഷം പെൺകുട്ടിയുടെ കെട്ടിച്ചു വിട്ട വീട്ടിലെ ഭർത്താവിന്റെ വീട്ടില് വീട് കാണാൻ ചടങ്ങിന് വേണ്ടി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു 26 സംഘം ചെന്നപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത്, അതായത് അവർ ചെല്ലുമ്പോൾ മോള് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും, അവരെയും പ്രതീക്ഷിച്ചുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് ചെന്നപ്പോൾ മോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീടിന്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ ഈ രാഹുൽ എന്ന് പറയുന്ന കുട്ടിയുടെ ഭർത്താവ് രാഹുലിന്റെ അമ്മയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മോളിലുണ്ട്, എഴുന്നേറ്റ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എഴുന്നേക്കുമ്പോൾ എന്നും വൈകും 11:30-12 മണിയൊക്കെ ആവും വരാൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവർ വെയിറ്റ് ചെയ്തപ്പോൾ ഡ്രസ്സ് മാറിയായിരിക്കും എന്ന് വിചാരിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാരും വെയിറ്റ് ചെയ്തതിനു ശേഷം ഇറങ്ങി താഴോട്ട് വരാതെ ആയപ്പോൾ ഈ കുട്ടിയുടെ അമ്മ വിളിച്ചപ്പോൾ രാഹുലാണ് ഫോൺ എടുത്തത്. പറഞ്ഞു ഇപ്പൊ തന്നെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം മകൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഇപ്പൊ ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്, അതായത് മോളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുഖമൊക്കെ ആകെ കല്ലെല്ലാം കൊണ്ട് കുറെ കരഞ്ഞിട്ട് മുഖമൊക്കെ ആകെ വിങ്ങിയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മ വീഡിയോയിൽ പറയുന്നുണ്ട്, വീഡിയോസിലൊന്ന് പറഞ്ഞതാണ്, മൂക്കിന്നൊക്കെ ഇവിടെ മൂക്കുത്തി ഉണ്ടായിരുന്നു, അപ്പൊ മൂക്കിന്ന് ബ്ലഡ് വരുന്നു, ചുണ്ടൊക്കെ വീർത്തിരിക്കുന്നു, ചെവിയോടെ പൊട്ടിയ പാടുകൾ, അതുപോലെ നെറ്റി വീർത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറെ മുഖത്ത് കുറെ തല്ലുകൊണ്ട പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് കാര്യമെന്ന് അവർ ചോദിക്കുന്നു. അതായത് എന്താണ് കാര്യമെങ്കിലും നീ തുറന്ന് പറയണം, എന്നാൽ പറഞ്ഞില്ലെങ്കിൽ ഞാനിവിടുന്ന് പോകില്ല എന്ന് ആ കുട്ടിയോട് അമ്മ പറയുമ്പോൾ അവർ പറയാണ് എന്നെ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തിനു ഉപദ്രവിച്ചു അതൊക്കെ സസ്പെൻസ് അവിടെ അങ്ങനെ നിൽക്കുവാണ്. രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിന് ശേഷം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുട്ടിയുമായി നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പരാതി കൊടുക്കുന്നു. കാരണം തീർച്ചയായിട്ടും അതിപ്പോ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മോളെ കാണാൻ വരുമ്പോൾ ദേഹത്ത് ഇത്രയും പാടുകളും മുറികളും, ബെൽറ്റ് കൊണ്ട് മുറിക്കിയ പാടുകൾ, അതായത് മൊബൈൽ ചാർജർ വെച്ച് കഴുത്തിൽ മുറിക്കിയ പാടുകൾ, ദേഹമാസകല മുറിവുകളും ബ്ലഡൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു മാതാപിതാക്കൾ അത് തന്നെയുള്ളൂ. കാരണം നമുക്കറിയാം സ്ത്രീധനത്തിന്റെ പേരിൽ ഇപ്പൊ നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങളും എല്ലാം നമ്മൾ കാണുന്നതാണ്. ആത്മഹത്യ ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും അവരെ ചെയ്തതിനോട് ഞാൻ ഒരിക്കലും യോജിക്കാതിരിക്കുന്നില്ല. അവര് പോലീസിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു, പോലീസുകാരിപ്പം ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, അങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം പോയി കേസാക്കുന്നു. FIR എഴുതിയൊരു കേസാണത് അല്ലെ. അതിനുശേഷം ഈ പ്രതി എന്ന് പറയുന്ന രാഹുലിനെ പിന്നെ കാണുന്നില്ല, അദ്ദേഹം നാടുവിട്ടു പോയി, ഇപ്പോഴും അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. അപ്പോ ഈ രാഹുലിന്റെ വീട്ടുകാർ പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി, അതായത് ഈ രാഹുലിന്റെ ഭാര്യ കാമുകന്മാരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതായത് മാട്രിമോണി വഴി വന്ന 2-3 ആലോചനകൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഒരാൾ മുസ്ലിം ആയിരുന്നു, പിന്നെ മറ്റൊരാൾ വേറൊരു ക്രിസ്ത്യാനി അങ്ങനെ എന്തോ ആയിരുന്നു, അതുപോലെ വേറൊരാൾ ഹിന്ദു ആയിരുന്നു. പക്ഷെ ജാതകം ചേരാത്തത് കൊണ്ട് ആ വിവാഹാചാരനൊക്കെ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ആ കുട്ടിക്ക് അവരുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ത് റിലേഷൻ ആണെന്ന് നമുക്കറിയില്ല, അത് ആ കുട്ടിക്കും അവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്താണെങ്കിലും രാഹുലിന്റെ അമ്മ പറഞ്ഞനുസരിച്ച് ആ കുട്ടിക്ക് അവരുമായി ചാറ്റ് ചെയ്യുമായിരുന്നു, കോൾ വിളിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോ രാഹുൽ ഇതിനെ വിലക്കിയിരുന്നു. അതായത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യണം, ചാറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ
എനിക്കിപ്പോ ഓക്കെ ആദ്യം സമ്മതിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അവള് വീണ്ടും ആ ഒരു റിലേഷൻ തുടർന്നു. അത് രാഹുൽ കാണാൻ ഇടയായി. അതിനുശേഷമാണ് ഇങ്ങനെ ഉപദ്രവിച്ചത്. ഇത്തരം ക്രൂരമായ ഉപദ്രവിച്ചില്ല, തല്ലി, മുഖത്തടിച്ചു, 2 പ്രാവശ്യം മുഖത്തടിച്ചു എന്ന് പറയുന്നു. 2 പ്രാവശ്യം മുഖത്തടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാരമായിട്ടാണ് അവര് പറയുന്നത്. അങ്ങനെ ആർക്കും ആരും തല്ലാൻ അധികാരമില്ല. പക്ഷേ ചില ആളുകൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, തല്ലു എന്താ ചെയ്യാ, തല്ലി. അപ്പൊ 2 പ്രാവശ്യം മുഖത്തടിച്ചെന്ന് പറയുന്നു. അതിനുശേഷം ബാത്റൂമിൽ പോയിട്ടാണ് ആ കുട്ടി തെന്നി വീണത്. അങ്ങനെയാണ് മുഖത്ത് ഇത്രയും മുറിവുകൾ, നെറ്റിയിലൊക്കെ പാടുണ്ടായത് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോ ആ സമയത്ത് ആ പെൺകുട്ടി അതിന് സപ്പോർട്ടായിട്ടല്ല സംസാരിച്ചത്. ആ പെൺകുട്ടി അവര് വീട്ടുകാരുടെ വീട്ടിലേക്ക് വരുന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്. ആ കുട്ടി പറയുന്നത് എന്നെ ഉപദ്രവിച്ചു, വേറെ, അതായത് ഈ ചാറ്റിന്റെ കാര്യങ്ങളെ കുറിച്ച് ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ മാട്രിമോണിയിൽ നിന്ന് ആലോചന വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ജാതകവും ചേരാത്തത് കൊണ്ട് ആലോചന വേണ്ട എന്ന് വെച്ചു. അതിനുശേഷം പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. മാരേജിന്, രാഹുലുമായിട്ടുള്ള മാരേജിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റ് കണ്ടിട്ടാണ് അയാൾ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. പിന്നെ പുള്ളിക്കാരന് എന്നെ ഇഷ്ടമായിരുന്നു, അപ്പൊ ആ ഒരു ഇതിൽ എനിക്ക് വല്ലാതെ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നത് രാഹുൽ കാണാനിടയായി. അങ്ങനെ അതിൽ ശോഭിച്ചിട്ടാണ് രാഹുലിനെ ഉപദ്രവിച്ചത്. പിന്നെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ബെൽറ്റ് കൊണ്ട് കഴുത്ത് മുറുക്കി പാടുകളൊക്കെ കാണിച്ചെല്ലാം ആ കുട്ടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ദേഹത്തെ പാടുകളും മുറിവുകളെല്ലാം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പരാതിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ചർച്ചകളും വാർത്തകളും എല്ലാം നടക്കുന്നു. ഈ രാഹുൽ എന്ന് പറയുന്ന ആളെ കാണുന്നില്ല. അങ്ങനെ സോഷ്യൽ മീഡിയാസിൽ കുറെ അമ്മമാരുടെയൊക്കെ പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. അവര് തല്ലിക്കൊല്ലണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. കാരണം മക്കളുള്ള അമ്മമാർക്ക് എന്തായാലും ഭയമാണ്. കാരണം ഇതുപോലെ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദനങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോ പല പല ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ജോലിക്ക് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പോകുന്നു. അതിനുശേഷം അവര് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ദിവസം വിളിച്ചപ്പോൾ കിട്ടാതായി. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. 2ാമത്തെ ദിവസം വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയപ്പോൾ അവർക്ക് സംശയം തോന്നി. ഈ കുട്ടി വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ചെല്ലുമ്പോഴാണ് പറയുന്നത് 21 ദിവസം ലീവ് എഴുതി കൊടുത്തേക്കാണ്, ആള് ഓഫീസിലില്ല എന്ന്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും. കാരണം മോള് വീട്ടിൽ നിന്ന് പോകുന്നു, ഒരു അന്വേഷിച്ചിട്ട് ഒരു അറിവില്ല. അങ്ങനെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, മോള് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. ഇന്ന് വരെ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ആ കുട്ടി മിസ്സിംഗ് ആണ്. പക്ഷെ അതിനിടയിലാണ് ഈ കുട്ടി ലൈവ് വന്നിട്ട്, നമ്മൾ ആ ലൈവൊക്കെ കണ്ടതാണ്. ആ കുട്ടി വന്ന് ലൈവിൽ വന്ന് പറയുന്നത് രാഹുലേട്ടൻ പാവമാണ്, എന്നെ അങ്ങനെ ഉപദ്രവിച്ചതല്ല, ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി അന്ന് പറഞ്ഞ മൊഴികളെല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമായി മാറ്റി പറയുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ കൂടെ നിന്ന ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കള് അവരെയും വഞ്ചിച്ചു, ഇവരെ കൂടെ നിന്ന് നാട്ടുകാരെയും വഞ്ചിച്ചു. ഇതിലെന്താണ് സത്യാവസ്ഥയുള്ളത്? ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് രാഹുലേട്ടൻ പാവമാണ്, എനിക്കിങ്ങനെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നപ്പോ അത് കണ്ടപ്പോ ദേഷ്യത്തിന് എന്നെ തല്ലിയത് മാത്രമേ ഉള്ളൂ, മറ്റു ഉപദ്രവങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ ഞാൻ ബാത്റൂമിൽ വീണിട്ടാണ് ആ മുറിവുകളൊക്കെ ഉണ്ടായത്, അത് രാഹുലേട്ടൻ മനഃപൂർവ്വം ചെയ്തതല്ല, എനിക്ക് രാഹുലേട്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നു. പിന്നെ ഇതെല്ലാം വീട്ടുകാർ ഫോഴ്സ്ഫുള്ളി പറയിപ്പിച്ച അലിഗേഷൻസ് ആണ് ഇതെല്ലാം എന്നൊക്കെ പറയുന്നു. അതുപോലെ അഡ്വക്കേറ്റും വീട്ടുകാരും കൂടി പറഞ്ഞു, നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ മകളല്ല, ഞങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി വരുന്നു. നമ്മൾ ഈ പെൺകുട്ടിയുടെ ഏത് കാര്യമാണ് വിശ്വസിക്കേണ്ടത്? അതായത് ആദ്യം നമ്മൾ കണ്ടാണ് മുറിവുകളെല്ലാം കാണിച്ചു പറയുന്ന വീഡിയോയും, ഇപ്പൊ വീണ്ടും വന്നിട്ട് അങ്ങനെയല്ല സംഭവം, രാഹുലേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിലേത് ഭാഗത്ത്, അതും ആ പെൺകുട്ടി ഇപ്പോഴും എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല, മിസ്സിംഗിൽ ഇരുന്നുകൊണ്ടാണ്, അതായത് എവിടെയോ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ പെൺകുട്ടിയുടെ പിതാവ് പറയുന്ന പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു സമ്മർദ്ദം മൂലം, അതായത് അവളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചേക്കുന്നത് മാത്രമാണ്, അല്ലാതെ സ്വമേധയാ അവൾ പറഞ്ഞ കാര്യങ്ങളല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു വിഷയത്തിനോടും ബന്ധപ്പെട്ട ഒരു പോലീസുകാരന് സസ്പെൻഷൻ വരെ കിട്ടിയത്, അതായത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു പോലീസുകാരന് സസ്പെൻഷൻ കിട്ടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും മാത്രം കോയിലുകളം സൃഷ്ടിച്ചുകൊണ്ടില്ല. അവസാന നിമിഷത്തിൽ ഒരു ലൈവിൽ വന്നിട്ട് ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു കഥ, എന്നെ കൊണ്ട് എന്റെ വീട്ടുകാരാണ് തെറ്റുകാര്, രാഹുലേട്ടൻ പാവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ അയാൾ വേറെ കല്യാണം കഴിച്ചു. നമുക്കറിയാം അതൊക്കെ ഭയങ്കര ചർച്ചയായ കാര്യങ്ങളാണ്, 2 കെട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആദ്യം അയാൾ കല്യാണം കഴിച്ചു, പക്ഷെ ഫോട്ടോഷൂട്ട് എന്തോ പ്രശ്നമൊക്കെ വന്നിട്ട് ആ ഒരു മാരേജ് പോയി, പക്ഷെ അത് ഡൈവോഴ്സ് ആവാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞതെല്ലാം പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. അവർ വീട്ടുകാരോട് പറയാതിരുന്നതാണ്. ഞാൻ വീട്ടുകാരോട് അത് പറഞ്ഞാൽ ഈ മാരേജ് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ എന്ന് കരുതി ഞാനായിട്ട് മറച്ചു വെച്ചതാണ്, രാഹുലേട്ടൻ പറയാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ വെള്ളപൂശിക്കൊണ്ടൊരു വീഡിയോ ആയിട്ട് ആ പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും തന്നെ ഈ പെൺകുട്ടി ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല. എവിടെയോ ഒരു ഹോളിവില് മറിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് രാഹുലിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത്, അതായത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ സംസാരിക്കുന്ന ഈ കുട്ടിയുടെ വാക്കുകൾ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പറയുമ്പോഴും തീർച്ചയായിട്ടും ഇതുപോലെ സ്ത്രീധനത്തിന്റെ പേരിൽ ഇനിയും ഒരു പക്ഷേ എന്നല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലുള്ള ആത്മഹത്യ, കൊലപാതകം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇനിയും
മറ്റു പെൺകുട്ടികൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സത്യസന്ധമായിട്ടായിരിക്കും പറയുന്നതെങ്കിൽ പോലും പോലീസ് ആയിക്കോട്ടെ, നമ്മുടെ നിയമവ്യവസ്ഥകളായിക്കോട്ടെ, മറ്റുള്ള ആളുകളായിക്കോട്ടെ ഒന്നും മടിക്കും അല്ലെ? ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇതും ഇപ്പൊ നമ്മൾ കണ്ടാണ് ആ കുട്ടി അത്രമാത്രം, അത് വിത്ത് പ്രൂഫായിട്ടാണ്, അതിന്റെ ദേഹത്തെ പാടുകളെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മളെ കാണിച്ചത്. എന്നിട്ടാണ് ഇപ്പൊ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യം എന്താണെന്ന് നല്ല രീതിയിൽ പോലീസുകാർ അന്വേഷിച്ച് തെളിയണം. കാരണം ഇതിനി ആ കുട്ടിയെ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി, അതായത് ഇവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ കണക്ഷൻസും പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും രണ്ടുപേർക്കും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞതാണോ എന്ന് നമുക്ക് അറിയില്ല. എന്താണെങ്കിലും ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പോഴും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വിശ്വസിക്കുന്നത് മോള് സ്വമേധയാ പറയുന്നതല്ല, അവളെ കൊണ്ട് ഇത് നിർബന്ധിച്ച് പറയിപ്പിച്ചു തന്നെയാണ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല പോലീസുകാർ കേസ് അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയട്ടെ, സുരക്ഷിതയായി തന്നെ കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്താണെങ്കിലും ശരി, മോളെ നിന്നോടൊരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ വീട്ടുകാർ പറഞ്ഞതാണോ ഇത്ര രാഹുലേട്ടന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. അതൊരു തെറ്റാണ്, ആദ്യമേ തന്നെ പറയാം. അതിന്റെ പേരിൽ ഇനിയിപ്പോ ഈ രാഹുൽ എന്ന് പറയുന്ന ആൾ നിരപരാധിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബവും ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടു. ഈ രാഹുലിന്റെ സിസ്റ്റർ, സഹോദരി, അതുപോലെ അമ്മ, അങ്ങനെ ഒരുപാട് ആൾക്കാരും പല രീതിയിലും അവർ മാനസികമായി ബുദ്ധിമുട്ടിലായി. അതുപോലെ ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നുണ്ട്. ഇതെല്ലാം മീഡിയസിന് മുമ്പിലൊന്നും അവർ പറയുന്നത്. ഇതിനൊക്കെ ശേഷം ഒറ്റ നിമിഷം കൊണ്ട് ഇതിങ്ങനെ മാറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ ഈ കുട്ടി ആരുടെയും സമ്മർദ്ദം മൂലം, അല്ലെങ്കിൽ ഈ കുട്ടി ഇതെല്ലാം കള്ളം പറയുന്നതാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഈ പാടുകളൊക്കെ, അന്ന് കാണിച്ച പാടുകളും ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ്? മൊബൈലിൽ ചാർജ് വെച്ചിട്ട് മുറുക്കിയ പാടുകളൊക്കെ കഴുത്തിലൊക്കെ കാണിച്ചെന്ന് ഞാനും വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ മൊഴികൾ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും പോലീസുകാർ കണക്കിലെടുത്തിട്ടില്ല. പോലീസുകാർ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഈ കുട്ടി കൊടുത്ത രഹസ്യമൊഴി മാത്രമാണ് അവര് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ലൈവിൽ വന്നിട്ടൊരു വീഡിയോ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ആ ഒരു മൊഴി മാറ്റി അത് പരിഗണിക്കുന്നില്ല. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് അവർ ചെയ്തത്. ആ കുട്ടിയെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ച് എന്തായാലും ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയതാണോ, അതല്ലെങ്കിൽ സത്യസന്ധമായ കാര്യമാണോ ഇപ്പോൾ വന്ന് പറഞ്ഞതെന്നും നമുക്ക് അറിയില്ല. എന്താണെങ്കിലും ഇതില് തെറ്റുകാരാണെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടണം. അതിപ്പോ ആർക്കും ആരും തല്ലാനൊരു യാതൊരു അധികാരവും ഇല്ല. പക്ഷേ ഈ സ്ത്രീധനത്തിന്റെ പേരിലാണ് തല്ലിയത്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സമ്മർദ്ദം കൊണ്ടാണ് അങ്ങനെ മാറ്റി പറഞ്ഞതെങ്കിൽ പോലും തീർച്ചയായിട്ടും ശിക്ഷ, ആരാണ് തെറ്റിയത് അവർക്ക് ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇത് മറ്റുള്ള ആളുകൾ, ഇനിയും ഒരുപാട് ഇരകൾ ഇതിൽ ഉണ്ടാവും. അപ്പൊ ഇനിയും വരുന്ന സാധാരണക്കാരായ പെൺകുട്ടികളുടെ വാക്കുകൾ ആൾക്കാർ വിശ്വസിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരും ഇതുപോലുള്ള നാടകങ്ങൾ കളിച്ചാല്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്തായാലും ഈ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടാവും. അതുപോലെ ഇപ്പൊ ലൈവിൽ വന്ന് ഇത്രയൊക്കെ പറയുമ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയാസിൽ ആ കുട്ടി ആക്റ്റീവ് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പിൽ ആ ഒരു കാര്യം സത്യമാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഈ കുട്ടി കാരണം ഇപ്പോൾ അവരുടെ വീട്ടുകാരും ഈ കുട്ടിയുടെ പിതാവും മാതാവും അവരൊക്കെ വളരെ വിഷമത്തിലായിരിക്കുകയാണ്. അവരുടെ അച്ഛനമ്മയൊക്കെ ഒരുപാട് വിഷമത്തിലാണ്. അപ്പൊ എല്ലാവരും, അതുപോലെ തന്നെ ഇപ്പൊ ഈ രാഹുൽ എന്ന് പറയുന്ന ആള് ജർമ്മനിയിലേക്ക് കടന്നു, ജർമ്മനിയിൽ എത്തി എന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. രാഹുൽ നമ്മുടെ നാട്ടിൽ പോലീസിനൊന്നും പിടികൂടാൻ കഴിഞ്ഞില്ല, അദ്ദേഹം ജർമ്മനിലേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പൊ ജർമ്മനിയിൽ പോകാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണ് ഈ കുട്ടിയുടെ ഈ ഒരു മൊഴിമാറ്റം എന്നും പലരും പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ സത്യാവസ്ഥകളൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ കണ്ടതും കേട്ടതും വെച്ചിട്ട് നമുക്കിത് രണ്ടു കൂട്ടരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അതായത് ഒരാളെ മാത്രമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഫോണിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. അങ്ങനെ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുകാരെ വിളിച്ചു വരുത്തി അതൊരു ചർച്ച ചെയ്ത് കാര്യങ്ങളൊരു പരിഹരിക്കാമായിരുന്നു ഒരു കാര്യം. അതുപോലെ ഈ വീട്ടുകാർ വന്നിങ്ങനെ തല്ലെല്ലാം കണ്ടപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് അവരെല്ലാരും തമ്മിൽ സംസാരിച്ചോ എന്താണ് കാര്യം, അല്ലെങ്കിൽ ആ അമ്മയ്ക്കെങ്കിലും ഇപ്പൊ രാഹുൽ ഈ കുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ വീട്ടുകാർ നിർബന്ധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രാഹുൽ ഇങ്ങനെ മെസ്സേജ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉപദ്രവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാതാപിതാക്കൾ മാത്രമായി വിളിച്ചു നിർത്തി അവർക്കൊന്ന് സംസാരിച്ച് മുറിക്കുള്ളിൽ നിന്നും സംസാരിച്ച് ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടായതെല്ലാം ഇപ്പൊ ഈ ഒരു മീഡിയാസിലെല്ലാം ഇട്ട് ഇത്രയും വൻ പ്രശ്നമാക്കി അവസാന നിമിഷം വന്നിങ്ങനെ മാറ്റി പറഞ്ഞത് തീർച്ചയായിട്ടും നല്ലൊരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ശരി, സത്യം പുറത്തു വരട്ടെ. അതുപോലെ ആ കുട്ടി എവിടെയാണെന്ന് അറിയില്ല, സുരക്ഷിതയായി ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഇതുപോലത്തെ ഒരു വിഷമകരമായ വാർത്തകളൊന്നും കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. കാരണം ആരും ആ കുട്ടിയുടെ കൂടെ ഒരു പക്ഷെ നിൽക്കില്ല, കാരണം ഇങ്ങനെ പല പല മൊഴികൾ മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ. അപ്പൊ എന്താണെങ്കിലും സുരക്ഷിതയായിരിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. അതിപ്പോ രാഹുലിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് പുറത്തു വരട്ടെ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഭാഗത്താണെങ്കിലും എന്താണെന്നാണെങ്കിലും എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് റിപ്പോർട്ട് കൊടുക്കാൻ പോയാണ്. രാഹുൽ ഇപ്പോഴും മിസ്സിംഗ് തന്നെയാണ്, ജർമ്മനിലേക്ക് കടന്നെന്ന് പറയുന്നത്. അപ്പോൾ രാഹുലിന് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് മാത്രമല്ല ഈ കുട്ടി ലൈവിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും പോലീസുകാർ കണക്കിലെടുത്തിട്ടില്ല കേട്ടോ.
മോള് പറഞ്ഞ കാര്യങ്ങളൊന്നും പോലീസുകാർ കണക്കിലെടുത്തിട്ടില്ല. അവര് മോള് മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്ത് മൊഴിയാണ് അന്ന് കൊടുത്തത്, പാടുകളെല്ലാം കാണിച്ചു കൊടുത്ത ആ മൊഴികൾ അതിൽ കൂടി തന്നെ പോകാൻ തന്നെയാണ് പോലീസുകാരുടെ തീരുമാനം. എന്നാൽ വളരെ നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും സത്യം പുറത്തു വരട്ടെ. ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്കും മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇതിന് മുമ്പത്തെ വീഡിയോ അല്ല കുട്ടി പറയുന്ന ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.